ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒത്തൻറ്റിക്കേഷൻ ആണ്, യൂസർ ഒത്തൻറ്റിക്കേഷൻ. അതായത് നമ്മൾ നമ്മുടെ കാർട്ടിലേക്ക് ഡേറ്റ ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ നോക്കും. സോ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് നോക്കണം? നമുക്കിത് യൂസർ ഒത്തൻറ്റിക്കേറ്റഡ് ആണോ അല്ലേ എന്ന് നമുക്ക് നോക്കണം. അതാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഞാൻ ആഡ് ടു കാർട്ട് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ യൂസർ ഒത്തൻറ്റിക്കേറ്റഡ് ആണോ എന്ന് ഞാൻ നോക്കും. യൂസർ ഒത്തൻറ്റിക്കേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവനെ സൈൻ ഇൻ ഓർ സൈൻ അപ്പ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അവൻ ഒത്തൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ ആഡ് ടു കാർട്ടിലേക്ക് ഞാൻ റീഡയറക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആഡ് ടു കാർട്ടിലേക്ക് പ്രോഡക്റ്റ് ഞാൻ ആഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ ആഡ് ടു കാർട്ടിൽ നിന്ന് അവന് ചെക്കൗട്ടിലേക്ക് വേണമെങ്കിൽ മൂവ് ആവാം. ഓക്കെ, ഈസ് ഒത്തൻറ്റിക്കേറ്റഡ് ആയ കേസിൽ അവന് വേണമെങ്കിൽ അവൻ്റെ ഓർഡർ പേജിലേക്കും മൂവ് ആവാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതാണ് ഇവിടെ കാണിക്കുന്നത്. സോ നമുക്ക് നേരെ നമ്മുടെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് കടക്കാം. ഞാൻ ആദ്യം എന്ത് ചെയ്യാം? ഞാൻ സൈൻ അപ്പ് പേജ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, കാരണം എനിക്കിവിടെ ആഡ് ടു കാർട്ടിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കിപ്പോൾ റീഡയറക്റ്റ് ചെയ്യണം, കാരണം ഇവൻ ഒത്തൻറ്റിക്കേറ്റഡ് അല്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആ പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോകും. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ആപ്പ് ഫോൾഡറിനകത്ത് പുതിയൊരു ഫോൾഡറും കൂടി ക്രിയേറ്റ് ചെയ്യും. അതാണ് ഓത്ത്. ഓക്കെ, ഈ ഒരു ഫോൾഡറിനകത്ത് വീണ്ടും ഒരു ഫോൾഡറാണ് ക്രിയേറ്റ് അക്കൗണ്ട്. ഇതിൽ പേജ് ഡോട്ട് JSX. അതിനകത്ത് വേറൊരു ഫോൾഡറും കൂടി ക്രിയേറ്റ് ചെയ്യും. അതാണ് സൈൻ ഇൻ. അവിടെ ഒരു പേജ് ഉണ്ട്, പേജ് ഡോട്ട് JSX RFC എൻ്റർ സൈൻ ഇൻ. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ പേജ് ഡോട്ട് JSXലും RFC എൻ്റർ ക്രിയേറ്റ് അക്കൗണ്ട്. ഓക്കെ, ഡൺ. ഇപ്പോൾ 2 പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ടിന് പ്രോപ്പറായ സ്ട്രക്ചർ കൊടുക്കാം. ഓക്കെ, സോ ഞാൻ ആദ്യം എന്ത് ചെയ്യും? ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും. ഇമേജ് ഫ്രം നെക്സ്റ്റ് ഇമേജ് SRC ലോഗോ ഇട്ട് കൊടുക്കും, logo.png. ഓക്കെ, ഒരു H2 ടാഗ് ഇട്ട് കൊടുക്കാം, H2 ടാഗ്. സോ ഇതിനകത്ത് ഞാൻ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് ഇട്ട് കൊടുക്കും. ക്രിയേറ്റ് ആൻ അക്കൗണ്ട്, പ്രോപ്പറായ ക്ലാസ് കൊടുക്കാം. വേറൊരു H2 ടാഗും കൂടി ഇട്ട് കൊടുക്കും. എൻ്റർ യുവർ ഇമെയിൽ ആൻഡ് പാസ്വേഡ് ടു ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. ഇതിനും ക്ലാസ് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ താഴെ ഒരു ഡിവ് ഇട്ട് കൊടുക്കും. ഡിവിന് പ്രോപ്പറായ ക്ലാസ് കൊടുക്കാം. ക്ലാസ് നെയിം നമുക്കിതൊന്ന് ചെക്കാക്കാം. സോ /create account. സോ ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ ഡിസൈൻ. ഇനി നമുക്ക് വേണ്ടത് ഇൻപുട്ടാണ്. സോ ഇൻപുട്ട് നമ്മൾ നേരെ ഷാഡ്സിഎനിൽ നിന്ന് എടുക്കും. ഷാഡ്സിഎൻ കോമ്പണൻസ് ഇൻപുട്ട്. സോ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇൻപുട്ടാണ് കിട്ടുന്നത്. സോ ഞാനതിൻ്റെ ഇൻസ്റ്റാളേഷൻ കോപ്പി ചെയ്യും. എന്നിട്ട് നേരെ നമ്മുടെ ഒരു പുതിയൊരു ടെർമിനലിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. സോ ആഡ് ആവുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഇതിൻ്റെ ഇമ്പോർട്ട് കോപ്പി ചെയ്യും. ഓക്കെ, അത് നേരെ പേജിൽ പേസ്റ്റ് ചെയ്യും. നമുക്കതിൻ്റെ യൂസേജ് ഇങ്ങനെയാണ്. ഓക്കെ, സോ ലെറ്റ് മീ ടേക്ക് ദാറ്റ്. ഇനിയിപ്പോൾ നമുക്ക് ഇൻപുട്ട് ഇട്ട് കൊടുക്കാം. സോ ഇൻപുട്ട് പ്ലേസ് ഹോൾഡർ ഈക്വൽസ് ടു യൂസർ നെയിം. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കിത് ഇങ്ങനെ കാണിക്കും. വെനെവർ ഐ എം ടൈപ്പിംഗ്, ഞാൻ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് പോകും. ഓക്കെ, സോ യൂസേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഇൻപുട്ട് എന്തിനാണുള്ളതെന്ന്. യൂസർ നെയിം ഇട്ട് കൊടുത്തു. അടുത്തത് ഇമെയിലാണ്. സോ ഞാനിവിടെ name@example.com അതിൻ്റെ ഒരു ഫോർമാറ്റ് ഇട്ട് കൊടുക്കും. അടുത്തത് പാസ്വേഡാണ്. സോ ഇതിൻ്റെ പ്ലേസ് ഹോൾഡർ പാസ്വേഡ്. ടൈപ്പ് എന്താണ്? ടൈപ്പ് ഈസ് ഈക്വൽസ് ടു
പാസ്വേഡാണ്. സോ ഇത് പാസ്വേഡ് ടൈപ്പാണ്. പാസ്വേഡ് ടൈപ്പ് എന്ന് വെച്ചാൽ എന്താണ്? പാസ്വേഡ് ടൈപ്പ് എന്ന് വെച്ചാൽ അവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് കാണില്ല. അടുത്തത് ഒരു ബട്ടൺ ആണ്. ബട്ടൺ ഫ്രം കോമ്പണൻറ്റ്സ്, ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. പിന്നെ ഒരു പി ടാഗ് ഇട്ട് കൊടുക്കും. അതിനകത്ത് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ പൊതുവേ നമ്മുടെ ലോഗിൻ പേജിൽ അല്ലെങ്കിൽ സൈൻ അപ്പ് പേജിൽ ഈ ഒരു സംഭവം കാണിക്കും. സോ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അവനെ ലോഗിൻ പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. സോ ഞാൻ ഒരു ലിങ്ക് ഇട്ട് കൊടുക്കും. ലിങ്ക് ഫ്രം നെക്സ്റ്റ് ലിങ്ക്. സോ എവിടേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത് href സൈൻ ഇൻ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. /sign in. കാരണം സൈൻ ഇൻ പേജ് ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടേക്കാണ് ഞാൻ റീഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഓക്കെ, ഇനി നമുക്ക് ചെറിയ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം. സോ ക്ലാസ് നെയിം, ലിങ്കിലേക്കൊരു ക്ലാസ് കൊടുക്കാം. ക്ലാസ് നെയിം ഓക്കെ. നമുക്ക് ഇത് ഫുള്ളായിട്ട് ഇവിടെ ലഭിക്കുന്നതാണ്. ഇത് നമുക്ക് ഇത്ര സ്പേസ് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു ടോപ്പിലൊരു ഡിവും കൂടി ക്രിയേറ്റ് ചെയ്യും. div ഓക്കെ. എന്നിട്ട് ഇത് കംപ്ലീറ്റായി റാപ്പ് ചെയ്യും. സോ ഇതിന് ഞാൻ ഇവിടെ ഒന്ന് കട്ട് ചെയ്തു താഴെ ഇട്ട് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇതിവിടെ ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്യും. എന്നിട്ട് ഇതിനൊരു ക്ലാസ് ഇട്ട് കൊടുക്കാം. ക്ലാസ് നെയിം ഫ്ലക്സ്. ദിസ് ഈസ് awesome. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഇൻപുട്ടിനും വേണ്ട സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, കാരണം നമുക്ക് ഇവിടെ യൂസർ നെയിം, ഇമെയിൽ, പാസ്വേഡൊക്കെ നമുക്ക് അതിൻ്റെ വാല്യൂസ് ആവശ്യമുണ്ട്. സൈനപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഡേറ്റാസൊക്കെ നമ്മുടെ ഡേറ്റാബേസിലേക്ക് അയക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ സ്റ്റേറ്റ്സ് ക്രിയേറ്റ് ചെയ്യും. സോ കോൺസ്റ്റ് യൂസർ നെയിം സെറ്റ് യൂസർ നെയിം ഈക്വൽസ് ടു യൂസ് സ്റ്റേറ്റ് ആണ് ഫ്രം റിയാക്ട്. ഓക്കെ, സെയിം വേ കോപ്പി വി. ഇവിടെ ഇമെയിൽ സെറ്റ് ഇമെയിൽ, പാസ്വേഡ് സെറ്റ് പാസ്വേഡ്. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ഈ സ്റ്റേറ്റ്സൊക്കെ ഇൻപുട്സിന് ബൈൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓൺ ചേഞ്ച് ഇവൻറ്റ്സ് എടുക്കും. എന്നിട്ട് സെറ്റ് യൂസർ നെയിം. സെറ്റ് യൂസർ നെയിം എന്താണ്? e.target.value. സോ നമുക്ക് ഈ ഇൻപുട്ട് കിട്ടുന്ന ഇവൻറ്റ്സിൽ ഒരുപാട് വാല്യൂസ് ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഓക്കെ, നമുക്ക് വേണ്ടത് അതിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, യൂസർ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതാണ് വേണ്ടത്. അതാണ് ഞാനിവിടെ ഇവൻറ്റ്സിൽ നിന്ന് ഞാൻ ഫെച്ച് ചെയ്യുന്നത്. സോ e.target.value എന്ന് പറഞ്ഞാൽ യൂസർ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അത് നമുക്കിവിടെ ലഭിക്കും. സോ ആ കാര്യത്തിന് ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ യൂസർ നെയിമിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സെയിം വേ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ ഇമെയിലിലേക്കും വേണം. സോ ഇവിടെ ഞാൻ സെറ്റ് ഇമെയിൽ ചെയ്യും. ഓക്കെ, എന്നിട്ട് സെറ്റ് പാസ്വേഡ് ഡൺ. ഇനി വേണ്ടത് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൺ ക്ലിക്ക് ഓഫ് ദിസ് ബട്ടൺ എന്താ വേണം? ഒരു ഫങ്ഷൻ കോൾ ആവണം. എന്താണ് ഫങ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ലെറ്റ്സ് ടേക്ക് ഓൺ ക്രിയേറ്റ് അക്കൗണ്ട്. എന്നുള്ള ഒരു ഫങ്ഷന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ കോൺസ്റ്റ് ഓൺ ക്രിയേറ്റ് ഒരു ആരോ ഫങ്ഷനാണ്. അതിന് മുന്നേ നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഡേറ്റാബേസിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ, യൂസേഴ്സിന് വേണ്ടത്. സോ അത് നമുക്ക് നോക്കാം. സോ ലെറ്റ് മീ ഗോ ടു അവർ ബാക്ക് എൻഡ് ലോക്കൽ ഹോസ്റ്റ് 1337 admin.
ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് ടൈപ്പ് ബിൽഡറിൽ ഇവിടെ പ്രോഡക്റ്റ് അതേപോലെ തന്നെ കാറ്റഗറി സ്ലൈഡേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നെക്സ്റ്റ് വരാൻ പോകുന്നതാണ്. ഓക്കെ, ഓർഡേഴ്സ് ആയാലും യൂസർ കാർട്ട് ആയാലും. സോ ജസ്റ്റ് ഇഗ്നോർ ദിസ്. ഓക്കെ, ഇത് നോക്കേണ്ട ആവശ്യമില്ല, ഇത് നെക്സ്റ്റ് വരാൻ പോകുന്നതാണ്. നമ്മൾ ഓൾറെഡി കാറ്റഗറി പ്രോഡക്ട്സ് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. ഇനിയുള്ളത് യൂസേഴ്സ് ആണ് ഒത്തൻറ്റിക്കേഷന് വേണ്ടത് അല്ലേ. യൂസർ എന്നുള്ള ഈ ഒരു കളക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഓൾറെഡി നമുക്ക് സ്റ്റാപ്പി ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, സോ ഇതിൽ യൂസർ നെയിം, ഇമെയിൽ, പ്രൊവൈഡർ, പാസ്വേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോളംസ് ഓൾറെഡി ഇതിലുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്കിത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബൈ ഡീഫോൾട്ടായിട്ട് നമുക്ക് ഇത് സ്റ്റാപ്പി ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ യൂസർ എന്നുള്ള ഈ ഒരു കളക്ഷനിലേക്ക് ഡേറ്റ പാസ് ചെയ്യുക നമ്മുടെ ഫ്രണ്ട് എൻഡിൽ നിന്ന്? ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് യൂസർ നെയിം, ഇമെയിൽ, പാസ്വേഡാണ് അല്ലേ. സോ എങ്ങനെ നമ്മൾ ഈ യൂസർ എന്നുള്ള കളക്ഷനിലേക്ക് ഇടും? സോ അതിനായി ഞാൻ എന്ത് ചെയ്യും, സ്ട്രാപ്പി ഡോക്യുമെൻറ്റേഷനിലേക്ക് പോവും. സോ സ്ട്രാപ്പി, സോ ഗൂഗിളിൽ സ്ട്രാപ്പി ഒത്തൻറ്റിക്കേഷൻ ആൻഡ് ഓത്തറൈസേഷൻ ഡോക്സ് ഞാൻ സെർച്ച് ചെയ്യും. സോ ഫസ്റ്റ് ഒരു ലിങ്ക് ലഭിക്കും. സോ എ ബിഗിനർ ഗൈഡ്സ് ടു ഒത്തൻറ്റിക്കേഷൻ ആൻഡ് ഓത്തറൈസേഷൻ സ്ട്രാപ്പി. സോ ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണ് ഈ ഒത്തൻറ്റിക്കേഷൻ ഓത്തറൈസേഷൻ കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ രജിസ്ട്രേഷൻ്റെ പാർട്ടാണ് ഇത് കാണിക്കുന്നത്. സോ ഇഫ് യു വാണ്ട് ടു രജിസ്റ്റർ ന്യൂ തിങ്സ് ഇറ്റ് ഈസ് ഓത്ത് ലോക്കൽ രജിസ്റ്റർ എന്നാണ്. ഓക്കെ, ഇവിടെ ഞാൻ യൂട്ടിൽസിൽ ഗ്ലോബൽ APIയിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യും, രജിസ്റ്റർ യൂസർ എന്നുള്ള ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യും. രജിസ്റ്റർ യൂസർ, ഈ രജിസ്റ്റർ യൂസർ എന്നുള്ളത് യൂസർ നെയിം അതേപോലെ തന്നെ ഇമെയിൽ, പാസ്വേഡ് പാരാമീറ്റർ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യും. ആക്സിയോസ് ക്ലയൻറ്റ് ഡോട്ട്, ഇത്തവണ ഗെറ്റ് അല്ല മറിച്ച് പോസ്റ്റ് ആണ്. പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡേറ്റ റീഡ് ചെയ്യാൻ നോക്കുന്നതല്ല, മറിച്ച് നമ്മൾ ഡേറ്റ കൊടുക്കുകയാണ് ഡേറ്റാബേസിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ എവിടെയാണ് ആഡ് ചെയ്യേണ്ടത്? നമ്മുടെ യൂസർ കളക്ഷനിൽ. സോ അതിനുള്ള എൻഡ് പോയിന്റ് അവിടെ നമുക്ക് രജിസ്റ്റർ എന്ന് പറയുന്ന പാത്തും കൂടിയുണ്ട്. അവിടേക്കാണ് നമ്മൾ ഡേറ്റ പാസ് ചെയ്ത് കൊടുക്കുന്നത്. സോ എന്താണ് നമ്മൾ പാസ് ചെയ്യുന്നത്? അതാണ് ഈ ഒരു ഒബ്ജക്റ്റിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ യൂസർ നെയിം എന്താണ്? യൂസർ നെയിമാണ്. ദെൻ ഇമെയിൽ ആൾസോ ഇമെയിൽ. പാസ്വേഡ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു രജിസ്റ്റർ യൂസർ എന്നുള്ളത് ഞാനിത് എക്സ്പോർട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്രിയേറ്റ് അക്കൗണ്ടിൽ ഓൺ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ കോൾ ആവുമ്പോൾ ഞാൻ എന്ത് കോൾ ചെയ്യും? ഗ്ലോബൽ API ഡോട്ട് രജിസ്റ്റർ യൂസർ. രജിസ്റ്റർ യൂസറിലേക്ക് ഞാൻ യൂസർ നെയിം പാസ് ചെയ്യും, കാരണം എൻ്റെ അടുത്ത് ഓൾറെഡി യൂസർ നെയിം ഉണ്ട്, കോമ ഇമെയിൽ പിന്നെ പാസ്വേഡ്. ഡൺ. സോ വൺസ് ദിസ് ഈസ് സക്സസ്, റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കൺസോൾ ചെയ്യും. കൺസോൾ ഡോട്ട് ലോഗ് റെസ്പോൺസ് ഡോട്ട് ഡേറ്റ യൂസ് ക്ലയൻറ്റ് ചെയ്യേണ്ടി വരും. യൂസ്. വേറൊരു കാര്യം കൂടിയുണ്ട്, അതായത് എനിക്കിവിടെ നമ്മുടെ സ്ട്രാപ്പി സെറ്റിങ്സിൽ പോയി അവിടെ പ്രൊവൈഡേഴ്സ് ഉണ്ട്. സോ ഈ പ്രൊവൈഡേഴ്സിൽ ഇമെയിൽ എന്നുള്ള ഈ ഒരു പ്രൊവൈഡർ നമുക്ക് എനേബിൾ ചെയ്യേണ്ടി വരും. നമുക്ക് ഒരുപാട് പ്രൊവൈഡേഴ്സ് ഉണ്ട്. വേണമെങ്കിൽ ഫേസ്ബുക്ക് ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, ഒത്തൻറ്റിക്കേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ, ഇൻസ്റ്റഗ്രാം ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. സോ അത് ഈസിയാണ്. നമ്മുടെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമൽ ഇമെയിൽ ഒത്തൻറ്റിക്കേഷൻ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എനേബിൾ ചെയ്യണം. ബൈ ഡിഫോൾട്ടായിട്ട് ഇത് എനേബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, സോറി, ഇറ്റ് ഈസ് റെസ്റ്റ് ഡോട്ട് ഡേറ്റ ഡോട്ട് യൂസർ എന്നാണ്. എക്സാമ്പിൾ ഇട്ട് കൊടുക്കാം. എക്സാമ്പിൾ എറ്റ് create an account. Yeah, are getting the details. Okay, നമ്മൾ സ്ട്രാപ്പിൽ പോയി നോക്കിയാൽ അവിടെ
കണ്ടൻറ് മാനേജറിൽ യൂസേഴ്സിൽ ഡേറ്റ ആഡ് ആയിട്ടുണ്ട്. പെർഫെക്റ്റ്. യൂസേഴ്സ് കിട്ടുന്നുണ്ട്. നമ്മുടെ നെറ്റ്വർക്കിൽ പോയി കഴിഞ്ഞാൽ JWT ടോക്കൺ ഉണ്ട്, യൂസേഴ്സ് ഉണ്ട്. ഇതെന്താണ് ഈ JWT ടോക്കൺ എന്ന് വെച്ചാൽ, സോ ഈ ടോക്കൺ നമുക്ക് നമ്മുടെ ലോഗിൻ്റെ സമയത്ത് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, ഒരു യൂസർ ഓൾറെഡി ലോഗിൻ ആയിട്ടുണ്ട്. ലോഗിൻ ആയ യൂസറിനോട് നമ്മൾ വീണ്ടും വീണ്ടും അവൻ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഒരു പ്രാവശ്യം നിങ്ങൾ ലോഗിൻ ചെയ്താൽ പിന്നെ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലോഗിൻ ചോദിക്കത്തില്ല. നേരെ മറിച്ച് എന്ത് ചെയ്യും, നിങ്ങളെ ഡയറക്റ്റ് നിങ്ങളുടെ ഹോം പേജിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്ത സമയത്ത് അവിടെ ഒരു ടോക്കൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ആ ടോക്കൺ ആണ് നെക്സ്റ്റ് ടൈം നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഹെൽപ്ഫുൾ ആകുന്നത്. സോ അങ്ങനെയുള്ള ടോക്കൺസിൽ ഒരു ടോക്കൺ ആണ് JWT ടോക്കൺ. ഓക്കെ, JWT. സോ JSON വെബ് ടോക്കൺ എന്നാണ് ഇതിനെ പറയുന്നത്. സോ നമുക്ക് ഇതിൽ മെയിനായിട്ട് 3 പാർട്ടാണുള്ളത്. 1 പാർട്ട്, ആഫ്റ്റർ ദാറ്റ് വി ഹാവ് എ പീരിയഡ്, അല്ലെങ്കിൽ ഒരു ഡോട്ട് ഉണ്ട്, അതിനുശേഷം വേറൊരു പാർട്ട്, അതിനുശേഷം 3ാമത്തെ പാർട്ട്. സോ ഇതിൻ്റെ ഡീപ്പായിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇറക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സംഭവം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ JWT ടോക്കൺ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, JWT ടോക്കൺ എന്നുള്ളത് നമ്മൾ ലോഗിൻ്റെ സമയത്ത് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, വൺസ് യൂസർ ലോഗിൻ ചെയ്താൽ നമ്മൾ ഈ ഒരു ടോക്കൺ നമ്മുടെ സെഷൻ സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് വീണ്ടും വീണ്ടും ലോഗിൻ ചോദിക്കാണ്ട് അവനെ നമ്മൾ ഡയറക്റ്റ്ലി ഹോം പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും ത്രൂ ദിസ് JWT ടോക്കൺ. നമുക്ക് കിട്ടുന്ന ടോക്കൺസ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാൻ ഈ ഒരു കൺസോൾ റിമൂവ് ചെയ്യും. എന്നിട്ട് സെഷൻ സ്റ്റോറേജ്, ഞാൻ യൂസ് ചെയ്യുന്നത് സെഷൻ സ്റ്റോറേജ് ആണ്. സോ സെഷൻ സ്റ്റോറേജിൽ ഞാൻ ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. സോ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? സെറ്റ് ഐറ്റമിൽ ഞാൻ ഒരു നെയിം കൊടുക്കും. സോ നെയിമാണ് യൂസർ എന്നുള്ള നെയിമിൽ ഞാൻ എന്ത് സ്റ്റോർ ചെയ്യും? ഞാൻ സ്റ്റോർ ചെയ്യുന്നത് റെസ്പോൺസ് ഡോട്ട് ഡേറ്റ ഡോട്ട് യൂസർ ആണ്. സോ യൂസർ എന്ന് പറയുന്നത് അതൊരു ഒബ്ജക്റ്റാണ്. സോ ഒബ്ജക്റ്റ് എനിക്ക് സെഷൻ സ്റ്റോറേജിൽ ഡയറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സെഷൻ സ്റ്റോറേജ് സ്റ്റോർ ചെയ്യുന്നത് സ്ട്രിങ്സിനെയാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു യൂസർ എന്നുള്ള ഒബ്ജക്റ്റിനെ ആദ്യം JSON ഡോട്ട് സ്ട്രിംഗിഫൈ ചെയ്യും. സോ JSON കൊണ്ട് സ്ട്രിംഗിഫൈ കൊണ്ട് ഞാനിതിനെ സ്ട്രിങ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ സെഷൻ സ്റ്റോറേജ് പ്രാവശ്യം ഞാൻ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് JWT ടോക്കൺ ആണ്. സോ അതിനെ എനിക്ക് സ്ട്രിംഗിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് സ്ട്രിംഗ് തന്നെയാണ്. സോ അതെവിടെയുള്ളത്? റെസ്പോൺസ് ഡോട്ട് ഡേറ്റ ഡോട്ട് JWT ഡൺ. ഇനിയിപ്പോൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിലേക്ക് ഞാൻ റീഡയറക്റ്റ് ചെയ്യും. സോ റീഡയറക്ഷന് വേണ്ടിയിട്ട് ഞാൻ യൂസർ റൗട്ടർ എടുക്കും. യൂസ് റൗട്ടർ, ഈ ഒരു റൗട്ടറിലേക്ക് ഞാൻ റീഡയറക്റ്റ് ചെയ്യും. റൗട്ടർ എവിടേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്? എന്നെ ഹോം പേജിലേക്ക്. സോ റൗട്ടർ ഡോട്ട് പുഷ് ടു ഹോം പേജ് ഡൺ. ഇൻ കേസ് എൻ്റെ രജിസ്ട്രേഷനിൽ എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ, ഞാൻ ഈ ഒരു എറർ ത്രോ ചെയ്യും. അവിടെ ഞാൻ ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് അത് ക്യാച്ച് ചെയ്തെന്നേ ഉള്ളൂ. ഓക്കെ, എറർ. നൗ ദിസ് ഈസ് പെർഫെക്റ്റ്. വാട്ട് വി ക്യാൻ ഡു, വി ക്യാൻ ഹാവ് സം ടോസ്റ്റ് മെസ്സേജ്. അതായത് ഞാനിപ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് യൂസേഴ്സിന് മനസ്സിലാവണ്ടേ, ഓക്കെ രജിസ്ട്രേഷൻ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പോപ്പപ്പ് അല്ലെങ്കിൽ ഡയലോഗ് ബോക്സ് എന്തെങ്കിലും ഒന്ന് കാണിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, നേരെ ChatCNലേക്ക് പോയി അവിടെ ഒരു കാര്യമുണ്ട്, എന്തെന്നറിയോ, സോണാർ എന്ന് പറഞ്ഞിട്ട്. സോണാർ എന്ന് പറയുമ്പോൾ, സോ ഞാനിവിടെ ഷോ ടോസ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴെ കാണാൻ പറ്റും ഒരു ടോസ്റ്റ്. ഓക്കെ, ഉണ്ടല്ലേ, ഒരു ടോസ്റ്റ് വരുന്നുണ്ട്. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് മി ടേക്ക് ദ ഇൻസ്റ്റാളേഷൻ പാർട്ട്. ഇൻസ്റ്റാളേഷൻ പാർട്ടിൽ npm കോപ്പി ചെയ്തു. നേരെ ഞാൻ എൻ്റെ ഫ്രണ്ട് എൻഡിലേക്ക് വന്ന് അവിടെ ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നേരെ ഇതിൽ ചെറിയ ഒരു സെറ്റപ്പ് ചെയ്യാനുണ്ട്. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റൂല. ഇവിടെ പറയുന്നുണ്ട് ആഡ് ദ ടോസ്റ്റർ കോമ്പണൻറ്റ്. എവിടെയാണ് ആഡ് ചെയ്യേണ്ടത്? ഈ ഒരു പാർട്ട് എനിക്ക് ലേ ഔട്ടിൽ ആഡ് ചെയ്യാനുണ്ട്. അതെന്താണ്? അതായത് ടോസ്റ്റർ എന്നുള്ള ഒരു സംഭവം ആഡ് ചെയ്യണം. ഓക്കെ, ഞാൻ ടോസ്റ്റർ കോപ്പി ചെയ്തു. നേരെ എൻ്റെ ലേ ഔട്ട്, അതായത് റൂട്ട് ലേ ഔട്ടാണ്, ആപ്പിലുള്ള ലേ ഔട്ടിൽ ഞാൻ പോയിട്ട്
ചിൽഡ്രൻ്റെ താഴെ ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. സോ ലെറ്റ് മീ ടേക്ക് ദിസ് ടോസ്റ്റർ ഫ്രം സോണാർ. സോ ആർ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണിക്കുന്നുണ്ട് സോണാർ. അവിടെ നിന്നാണ് ഞാനിത് ആഡ് ചെയ്യുന്നത്. ടോസ്റ്റർ ആഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇമ്പോർട്ട് കോപ്പി ചെയ്യുക. നേരെ നമ്മുടെ ക്രിയേറ്റ് അക്കൗണ്ടിലേക്ക് പോയിട്ട് ഞാൻ ഇമ്പോർട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കും. ലെറ്റ് മീ റിമൂവ് ദിസ് ആൻഡ് ഞാൻ എൻ്റെ ടോസ്റ്റ് ഈ ഒരു പോർഷൻ കോപ്പി ചെയ്തു. എന്നിട്ട് യൂസർ ക്രിയേറ്റ് ആയ സമയത്ത് ഞാൻ ഈ ഒരു ടോസ്റ്റ് കാണിക്കും. എന്താണ് ടോസ്റ്റിൽ കാണിക്കുന്നത്? അക്കൗണ്ട് ക്രിയേറ്റഡ്. ഓക്കെ, എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഞാനിത് സക്സസ്ഫുള്ളി എന്നുള്ളത് വേണ്ട. പെർഫെക്റ്റ്. ഓക്കെ, നമ്മുടെ രജിസ്ട്രേഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സെയിം വേ നമുക്കിപ്പോൾ എന്ത് ചെയ്യാനുണ്ട്? സൈനപ്പും കൂടി ചെയ്യാനുണ്ട്. യൂസർ ഔട്ടർ ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, യൂസർ ഔട്ടർ ഡിഫൈൻഡ് അല്ല എന്ന് പറയുന്നുണ്ട്. ഒന്ന് റിമൂവ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഫ്രം നെക്സ്റ്റ് നാവിഗേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നാവിഗേഷൻ ഇട്ട് കൊടുത്തു. ഓക്കെ, ഡൺ. ദർ ഈസ് സം മിസ്റ്റേക്ക്. ഇവിടെ സെഷൻ സ്റ്റോറേജ് മിസ്സായിട്ടുണ്ട്. സോറി. നമുക്ക് എന്ത് ചെയ്യാം? ഇൻസ്പെക്റ്റിൽ ആപ്ലിക്കേഷനിലേക്ക് പോവാം. അവിടെ സെഷൻ സ്റ്റോറേജ് ഉണ്ടാവും. അതിൽ നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് 3000 വന്നാൽ ഇവിടെ എം ടി ആണ്, ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാനൊരു പുതിയൊരു യൂസർ ക്രിയേറ്റ് ചെയ്യും. സോ യൂസറിൻ്റെ പേര് ABCD, ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ യൂസറും JWT ടോക്കണും ആഡ് ആയിട്ടുണ്ട് നമ്മുടെ സെഷൻ സ്റ്റോറേജിലേക്ക്. അതുപോലെ തന്നെ ഞാനിവിടെ റീഡയറക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഹോം പേജിലേക്ക്. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിത് റീഫ്രഷ് ചെയ്താലും നമ്മുടെ യൂസർ നെയിം യൂസർ ഇൻഫോ JWT ടോക്കൺ അങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോഗിൻ്റെ സമയത്ത്. എൻറ്റയർ ഡേറ്റ ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ സൈൻ ഇൻ പേജും കൂടി ക്രിയേറ്റ് ചെയ്യും. സോ ഇത് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി സൈൻ ഇൻ പേജിലേക്ക് പോയി അങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഒന്ന് റിമൂവ് ചെയ്യാം. ഈ റിട്ടേൺസ് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ യൂസർ നെയിം ഫ്രം യൂസർ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ക്രിയേറ്റ് അക്കൗണ്ടിൽ നിന്ന് ഇതെല്ലാം കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്തു ഇവിടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഒരു ഇമ്പോർട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചില ചേഞ്ചസ് ഉണ്ട്. അതായത് നമുക്ക് JSX പാർട്ട് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് മാറ്റിയിട്ട് സൈൻ ഇൻ ടു സൈൻ ഇൻ. ഇവിടെ നമുക്ക് യൂസർ നെയിം ആവശ്യമില്ല, ഇമെയിൽ പാസ്വേഡ് മതി. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് അല്ല, സൈൻ ഇൻ. ഓക്കെ, ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് അല്ല, ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട്. ക്ലിക്ക് ഹിയർ ടു ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. പോപ്പിൽ യൂസ് ക്ലയൻറ്റ് കൊടുക്കണം, അതാണ് വിട്ടുപോയത്. യൂസ് ക്ലയൻറ്റ്. അതേസമയത്ത് സൈൻ ഇൻ ആകുമ്പോൾ അത് ജസ്റ്റ് ഓത്ത് ലോക്കൽ എന്നാണ്. ഓക്കെ, ഇത് സൈൻ ഇൻ ഉള്ളത്. സോ അവിടെ നമ്മൾ ഐഡൻറ്റിഫയർ ആയിട്ട് നമ്മൾ ഇമെയിൽ പാസ് ചെയ്യും, അതേപോലെ തന്നെ പാസ്വേഡും. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു പാർട്ടാണ്. നമുക്ക് എന്ത് ചെയ്യാം? അതിന് വേണ്ട API ക്രിയേറ്റ് ചെയ്യാം. ഗ്ലോബൽ APIയിൽ ഞാനിപ്പോൾ കോൺസ്റ്റ് സൈൻ ഇൻ ക്രിയേറ്റ് ചെയ്യും. അവിടെ ഞാൻ കൊടുക്കുന്നത് ജസ്റ്റ് ഇമെയിൽ പാസ്വേഡാണ്. സോ ആക്സിയോസ് ക്ലയൻറ്റ് ഡോട്ട് പോസ്റ്റാണ്, കാരണം ഡേറ്റ കൊടുക്കുന്നതാണ്. ഇവിടെ /auth/local. ഓക്കെ, അവിടെ ഞാൻ ഇമെയിലല്ല മറിച്ച് ഐഡൻറ്റിഫയർ ആണ്. ഓക്കെ, ഐഡൻറ്റിഫയർ ആൻഡ് പാസ്വേഡ്. സോ ലെറ്റ് മീ കോപ്പി ദിസ് ആൻഡ് ആഡ് ഇറ്റ് ഹിയർ. സോ ഇവിടെ ഐഡൻറ്റിഫയർ എന്താണ്? ഐഡൻറ്റിഫയർ ഇമെയിലാണ്. ഇമെയിൽ പാസ്വേഡാണ്. ഓക്കെ, ഡൺ.
എന്നിട്ട് ഇതിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. സൈൻ ഇൻ. ഇനിയിപ്പോൾ ഇത് ഞാൻ സൈൻ ഇൻ പേജിൽ യൂസ് ചെയ്യും. സോ വെനെവർ യൂസർ ക്ലിക്സ് ഓൺ ദിസ്, ഓൺ ക്രിയേറ്റ് അക്കൗണ്ട് അല്ല, മറിച്ച് ഇത് ഓൺ സൈൻ ഇൻ ആണ്. ഓൺ സൈൻ ഇൻ. ഓക്കെ, ഓൺ സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഗ്ലോബൽ APIയിൽ സൈൻ ഇൻ കോൾ ചെയ്യും. അവിടെ ഞാൻ യൂസർ നെയിം കൊടുക്കേണ്ട ആവശ്യമില്ല, ജിമെയിലും പാസ്വേഡും കൊടുക്കും. പിന്നെ ഇവിടെ യൂസർ നെയിമിൻ്റെ സ്റ്റേറ്റ് ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ എനിക്ക് കൊടുക്കാനുള്ളത് ഇമെയിൽ പാസ്വേഡ് ഞാൻ പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്താൽ സെഷൻ സ്റ്റോറേജിൽ യൂസറിനെ ഞാൻ സ്റ്റോർ ചെയ്യും. അതേപോലെ തന്നെ JWT ടോക്കണും ഞാൻ സ്റ്റോർ ചെയ്ത് കൊടുക്കും. ജസ്റ്റ് ഒരു ടോസ്റ്റ് മെസ്സേജ് ആണ്, ലോഗിൻ സക്സസ്ഫുള്ളി എന്നിട്ട് കൊടുക്കും. അല്ലെങ്കിൽ എറർ വൈൽ ക്രിയേറ്റിംഗ് അല്ല, സെർവർ എറർ എന്ന് ഇട്ട് കൊടുക്കാം. സെർവർ എറർ. ആൻഡ് ഇഫ് യു ആർ സക്സസ് ദെൻ വി ആർ റീഡയറക്റ്റിംഗ് ടു ഹോം പേജിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്ത് കൊടുക്കും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സൈൻ ഇൻ ചെയ്യാൻ നോക്കും. സൈൻ ഇൻ, ലോഗിൻ സക്സസ്ഫുള്ളി. പെർഫെക്റ്റ്, ലോഗിൻ ആവുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഓൾറെഡി ലോഗിൻഡ് ആണ്. എന്നിട്ട് ഞാനിപ്പോൾ സൈൻ ഇൻ പേജിലേക്ക് ഞാൻ പോകാൻ നോക്കുന്നുണ്ട്, വീണ്ടും ലോഗിൻ ചെയ്യാൻ. അപ്പോൾ ഇതൊരു ഇഷ്യൂ ആണ്, കാരണം ഓൾറെഡി ലോഗിൻ ആയ യൂസറിനെ കൊണ്ട് വീണ്ടും ലോഗിൻ ചെയ്യിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, യൂസർ ഓൾറെഡി ലോഗിൻഡ് ആണെങ്കിൽ ഇൻ കേസ് ആ യൂസർ സൈൻ ഇൻ പേജിലേക്ക് അവൻ URL ത്രൂ വരാൻ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ യൂസർ ലോഗിൻഡ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അവൻ ഓൾറെഡി ലോഗിൻഡ് ആണെങ്കിൽ അവനെ ഡയറക്റ്റ്ലി ഹോം പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. സോ ആ ഒരു സംഭവം ചെയ്യേണ്ടതുണ്ട്. അവൻ ലോഗൗട്ട് ചെയ്ത ശേഷം മാത്രം അവൻ എന്ത് ചെയ്യാൻ പറ്റൂ, ഈ സൈൻ ഇൻ പേജിലേക്ക് വരാൻ പറ്റും. ആ ഒരു രീതിയിൽ നമുക്ക് ചേഞ്ചസ് വരുത്തണം. സോ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ സൈൻ ഇൻ പേജിൽ ഒരു കണ്ടീഷനും കൂടി ഇട്ട് കൊടുക്കും. അതായത് വെൻ ദിസ് സൈൻ ഇൻ പേജ് ഇനീഷ്യലി മൗണ്ട് ആവുന്ന സമയത്ത് യൂസ് എഫക്റ്റിൽ ഞാൻ കൊടുക്കും. ആദ്യം മൗണ്ട് ആയാൽ ഞാനൊരു സംഭവം ചെക്ക് ചെയ്യും. ഫസ്റ്റ് ടൈം ഈ ഒരു സംഭവം ഒരൊറ്റ പ്രാവശ്യം റണ്ണാവേണ്ടതുള്ളൂ. അതായത് ഈ ഒരു കോമ്പനൻറ്റ് ക്രിയേറ്റ് ആയ സമയത്ത്, അതായത് സൈൻ ഇൻ പേജിലേക്ക് വന്നാൽ ആ സമയത്ത് ഞാൻ എന്ത് നോക്കും, ഞാൻ ടോക്കൺ JWT ടോക്കൺ ആക്സസ് ചെയ്യും ഫ്രം സെഷൻ സ്റ്റോറേജ് ഡോട്ട് ഗെറ്റ് ഐറ്റം ആണ്. സോ ആ ഐറ്റമിനെ എങ്ങനെയാണ് ഗെറ്റ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടില്ലേ അതേ രീതിയിൽ ഇപ്പോൾ ഗെറ്റ് ചെയ്യും യൂസിങ് ദ നെയിം. സോ JWT ടോക്കൺ ഞാൻ സെറ്റ് ചെയ്തത് ഈ ഒരു നെയിം കൊണ്ടാണ്. സോ ആ ഒരു നെയിം വെച്ചിട്ട് ഞാൻ ആക്സസ് ചെയ്യും ഗെറ്റ് ഐറ്റം JWT ടോക്കൺ. എന്നിട്ട് ഇഫ് JWT ടോക്കൺ ഉണ്ടെങ്കിൽ ഞാൻ അവനെ ഇവിടെ നിന്ന് റൗട്ട് ചെയ്യും. റൗട്ടർ ഡോട്ട് എവിടേക്ക്, ഹോം പേജിലേക്ക്. കാരണം ഇവൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ലോഗിൻഡ് ആണ്. സെയിം കണ്ടീഷൻ ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ക്രിയേറ്റ് അക്കൗണ്ടിലും ഇട്ട് കൊടുക്കും. കാരണം അവിടെയും നിൽക്കേണ്ട ആവശ്യമില്ല, അവിടെയും സെയിം കണ്ടീഷനാണ്. യൂസ് എഫക്റ്റ് ഫ്രം റിയാക്ട്. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, /സൈൻ ഇന്നിലേക്ക് വന്നാൽ ഇത് ഹോം പേജിലേക്ക് തന്നെ റീഡയറക്റ്റ് ആവും, കാരണം ഞാൻ ഓൾറെഡി ലോഗിൻഡ് ആണ്. ഇൻ കേസ് ഞാനിപ്പോൾ ഇൻസ്പെക്റ്റിലേക്ക് പോയിട്ട് ആപ്ലിക്കേഷനിൽ സെഷൻ സ്റ്റോറേജ് ക്ലിയർ ചെയ്ത് കൊടുക്കും, ഡിലീറ്റ്. ഓക്കെ, ഇപ്പോൾ ഞാൻ സൈൻ ഇൻ പേജിലേക്ക് വരുവാണെങ്കിൽ അവിടെ എന്തില്ല, ഇത് റീഡയറക്റ്റ് ആവില്ല, സൈൻ ഇൻ. ഓക്കെ, അതാണ്. ഇനിയിപ്പോൾ യൂസർ ലോഗിൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവനെ സൈൻ ഇൻ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യണം. സോ ആ ഒരു കണ്ടീഷനും കൂടി ഇട്ട് കൊടുക്കും. അതിനായിട്ട് ഞാൻ നേരെ ഹെഡറിലേക്ക് പോകും, കോമ്പണൻറ്റ്സ് ഹെഡർ. അവിടെ നമുക്ക് ലോഗിൻ എന്നുള്ള ബട്ടൺ ഉണ്ട്. സോ ഇവിടെ ഞാൻ ഒരു ലിങ്ക് ഇട്ട് കൊടുക്കും. ഓക്കെ, എന്താണ് ലിങ്ക്, ഓൾറെഡി ആഡ് ആയിട്ടുണ്ട്. href സൈൻ ഇൻ പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്. സോ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കും. ഓക്കെ, സോ ബട്ടൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് സൈൻ ഇൻ പേജിലേക്ക് പോകണം.
ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സൈൻ ഇൻ പേജിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ടോപ്പിൽ പോകുന്നുണ്ട്. പക്ഷേ ഓൾറെഡി ലോഗിൻ ആയതുകൊണ്ട് തന്നെ അതിവിടെ റീഡയറക്റ്റ് ആവുന്നുണ്ട്. ഞാൻ ഫോർ എക്സാമ്പിൾ എൻ്റെ യൂസറിനെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. സോ ഇവിടെ സെഷൻ സ്റ്റോറേജിൽ ഡിലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ലോഗിൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് സൈൻ ഇൻ പേജിലേക്ക് പോകുന്നുണ്ട്. പെർഫെക്റ്റ്. അപ്പോൾ ഞാനിത് സൈൻ ഇൻ ചെയ്യാം. ABCD. ഇപ്പം ഞാൻ സൈൻ ഇൻ ചെയ്തു, ലോഗിൻഡ് ആണ്. ഇനിയിപ്പോൾ എനിക്ക് ഈ ലോഗിൻ കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ഓൾറെഡി ലോഗിൻഡ് അല്ലേ. സോ ലോഗിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ബട്ടൺ കാണിക്കുന്നതിൽ അതൊരു പ്രോപ്പർ മെത്തേഡ് അല്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ വേറൊരു കണ്ടീഷനും കൂടി ഇടും ഹെഡറിലാണ്. സോ അതെന്താണ്, അതായത് ഞാൻ യൂസർ ലോഗിൻ ആണോ എന്ന് ചെക്ക് ചെയ്യും. സോ കോൺസ്റ്റ് ഈസ് ലോഗിൻ എന്നുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. സോ അതിൽ സെഷൻ സ്റ്റോറേജിൽ ഞാൻ JWT ടോക്കൺ ഗെറ്റ് ചെയ്യാൻ നോക്കും. ഗെറ്റ് ഐറ്റം JWT ടോക്കൺ നോക്കും. സോ JWT ടോക്കൺ ഉണ്ടെങ്കിൽ ഈസ് ലോഗിൻ ട്രൂ ആണ്, അല്ലെങ്കിൽ ഫോൾസ് ആണ്. അവൻ ടോക്കൺ ഉണ്ടെങ്കിൽ അവൻ ലോഗിൻഡ് ആണ്, ടോക്കൺ ഇല്ല എങ്കിൽ അവൻ ലോഗിൻഡ് അല്ല എന്നാണ് ഇതിൻ്റെ മീനിങ്. സോ അതുകൊണ്ട് തന്നെ ഈസ് ലോഗിൻ ഞാൻ കോപ്പി ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ഒരു കണ്ടീഷൻ ഇട്ട് കൊടുക്കും. അതായത് ഈ ഒരു ലിങ്ക്, ഓക്കെ, ഇഫ് യൂസർ നോട്ട് ലോഗിൻ ഈസ് ലോഗിൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം കാണിച്ചാൽ മതി. ഓക്കെ, ഇവിടെ ഞാൻ ഇട്ട് കൊടുക്കും. ഓക്കെ, സോ യൂസർ ലോഗിൻഡ് അല്ല എന്നുണ്ടെങ്കിൽ മാത്രം നീ ലോഗിൻ കാണിച്ചോ, ഇല്ലെങ്കിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ലോഗിൻഡ് ആണ്, അതുകൊണ്ട് തന്നെ ലോഗിൻ കാണിക്കുന്നില്ല. ഓക്കെ, ഡൺ. പിന്നെ നമുക്ക് വേറൊരു കാര്യമുള്ളത്, അവൻ ലോഗിൻഡ് ആണെങ്കിൽ നമുക്കിവിടെ ഒരു എന്ത് കാണിക്കാം, ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ പ്രൊഫൈൽ ഐക്കൺ കാണിക്കാം. ഓക്കെ, ഞാൻ ഈ ലിങ്ക് കാണിക്കും. ഓക്കെ, അല്ല അവൻ ലോഗിൻ ആണെങ്കിൽ ഞാൻ ഇവിടെ എന്ത് കാണിക്കും, ഒരു ഐക്കൺ കാണിക്കും. സോ സർക്കിൾ യൂസർ റൗണ്ട് എന്നുള്ളത് ലോസിഡ് റിയാക്ട് എന്ന് ഞാൻ ഇമ്പോർട്ട് ചെയ്യും. സോ ഈ ഒരു ഐക്കൺ കാണിക്കും. ചെറിയൊരു ക്ലാസ്സസ് ഒക്കെ കൊടുക്കാം. സോ ക്ലാസ് നെയിം, ഓക്കെ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ യൂസർ ലോഗിൻ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ഐക്കൺ കാണിക്കുന്നുണ്ട്. സോ ഇവിടെ ഞാനൊരു ഡ്രോപ്പ് ഡൗണും കൂടി ഇട്ട് കൊടുക്കും. ഓക്കെ, എന്തിനാ, ഇവിടെ നമുക്ക് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ ആണ്. അപ്പോൾ നേരെ ഞാൻ ഷാഡ്സിയനിലേക്ക് പോയിട്ട് ഡ്രോപ്പ് ഡൗൺ ചെക്കൗട്ട് ചെയ്യും. ഡ്രോപ്പ് ഡൗൺ നോക്കും. സോ ഡ്രോപ്പ് ഡൗൺ മെനു, ഇതിൻ്റെ യൂസേജ് കോപ്പി ചെയ്യും. ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾറെഡി ആഡഡ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്യും. ഈ ഒരു സർക്കുലർ ഐറ്റമിൻ്റെ താഴെ ഇവിടെ ഇട്ട് കൊടുക്കും. ഓക്കെ, ഈ ഒരു സർക്കുലർ ഐറ്റം, ഒരു ഐക്കൺ ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഓപ്പണിൻ്റെ അവിടെ ഇത് ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇത് ആസ് ചൈൽഡ് എന്ന് മെൻഷൻ ചെയ്യും. ആസ് ചൈൽഡ് നമുക്ക് മൈ അക്കൗണ്ട് ഇരിക്കട്ടെ, പ്രൊഫൈൽ മൈ ഓർഡർ ഇരിക്കട്ടെ, പിന്നെ ലോഗൗട്ട് സബ്സ്ക്രിപ്ഷൻ ആവശ്യമില്ല, ഡിലീറ്റ് ചെയ്യും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ പ്രൊഫൈൽ മൈ ഓർഡർ ലോഗൗട്ട് ഇത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ലോഗൗട്ട് എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ യൂസേഴ്സ് ലോഗൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെഷൻ സ്റ്റോറേജ് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. സോ അതിനായിട്ട് ഇവിടെ ഞാൻ ഓൺ ക്ലിക്ക് ഇട്ട് കൊടുക്കും. ഓൺ സൈൻ ഔട്ട്. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. കോപ്പി ചെയ്തു, എന്നിട്ട് ഇവിടെ അത് ക്രിയേറ്റ് ചെയ്യും. കോൺസ്റ്റ് ഓൺ സൈൻ ഔട്ടിൽ എന്താവണം, സൈൻ ഔട്ടിൽ സെഷൻ സ്റ്റോറേജ് ഡോട്ട് ക്ലിയർ ആവണം. ഓക്കെ, ലെറ്റ് മീ ടേക്ക് const router equals to use router from next navigation. ഓക്കെ, ഇവിടെ ഞാൻ റൗട്ടർ ഡോട്ട് പുഷ് ചെയ്യും. എവിടേക്കാണ് പുഷ് ചെയ്യേണ്ടത്,
ചെയ്യേണ്ടത് സൈൻ ഇൻ പേജിലേക്കാണ്. സൈൻ ഇൻ. ഞാനിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ ലോഗൗട്ട് ക്ലിക്ക് ചെയ്യും, സൈൻ ഇൻ ചെയ്യുന്നു, ഇവിടേക്ക് വന്നു. ഓക്കെ. വേറൊരു കാര്യം കൂടി, ഞാനിപ്പോൾ ലോഗൗട്ട് ചെയ്താൽ ഇവിടെ ടോപ്പിൽ നമുക്ക് ആ ഒരു ഹെഡർ പാർട്ട് കാണിക്കുന്നുണ്ട്. നോർമലി നമ്മുടെ സൈൻ ഇൻ പേജിൽ ഹെഡർ പാർട്ട് ഒന്നും കാണിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്കിത് ഈ ഒരു സംഭവം ഹെഡർ സൈൻ ഇൻ പേജിലും അതേപോലെ തന്നെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ആ ഒരു പേജിലും ഈ ഒരു ഹെഡറിൻ്റെ ആവശ്യമില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, ഇത് റിമൂവ് ചെയ്യും. അത് റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ലേഔട്ട് പേജിലേക്ക് വരും. ഓക്കെ. അവിടെ വന്നിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. അതായത് നമുക്ക് ഈ ഒരു പാത്ത് ഏതാണെന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ബേസിസിൽ നമുക്ക് ഈ ഒരു ഹെഡർ മാറ്റാം. സോ ഈ ഒരു പാത്ത് കിട്ടാനായിട്ട് നമുക്ക് ഒരു മെത്തഡും കൂടിയുണ്ട്. പാരംസ് ഫ്രം യൂസ് പാത്ത് നെയിം ആണ്. യൂസ് പാത്ത് നെയിം ഫ്രം നെക്സ്റ്റ് നാവിഗേഷൻ. ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. കാരണം ഈ ഒരു യൂസ് പാത്ത് നെയിം എന്നുള്ളത് അതൊരു ഹുക്കാണ്. ഓക്കെ. യൂസ് പാത്ത് എന്നുള്ളത് അതൊരു ഹുക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലേ ഔട്ട് എന്നുള്ള കോമ്പനൻറ്റ് യൂസ് ക്ലയൻറ്റ് ചെയ്യേണ്ടി വരും. ക്ലയൻറ്റ് സൈഡാണ്. ഓക്കെ. സോ ഈ ഒരു യൂസ് പാത്ത് നെയിം എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ പാത്ത് കിട്ടും. സോ ലെറ്റ് മീ ടേക്ക് കോൺസ്റ്റ് ഷോ ഹെഡർ എന്നുള്ള ഒരു ഫ്ലാഗ് ക്രിയേറ്റ് ചെയ്യും. ഷോ ഹെഡർ. ഇവിടെ ഞാൻ പാരൻസ് ഈക്വൽസ് ടു സൈൻ ഇൻ ആണെങ്കിൽ സൈൻ ഇൻ. ഓക്കെ. സൈൻ ഇൻ എന്നുള്ള പാത്താണെങ്കിൽ പാരൻസ് എന്നുള്ളത് സൈൻ ഇൻ ആണോ? സൈൻ ഇൻ ആണെങ്കിൽ എന്താണ്, സൈൻ ഇൻ ആണെങ്കിൽ നീ ഷോ ഹെഡറിൽ കാണിക്കേണ്ട ആവശ്യമില്ല. സോ ഷോ ഹെഡർ ഫാൾസ് ആണ്. അല്ലാത്ത റൗട്ട്സ് ആണെങ്കിൽ നീ എന്ത് ചെയ്യാം, എനിക്ക് ഹെഡർ കാണിക്കാം. ഓക്കെ. പിന്നെ വേറൊന്ന്, ഷോ ഹെഡർ സൈൻ ഇൻ മാത്രമല്ല, നമുക്ക് ഓർ പാരൻസ് ഈക്വൽസ് ടു ക്രിയേറ്റ് ആൻ അക്കൗണ്ടും കൂടിയാണോ എന്ന് നോക്കണം. കാരണം ക്രിയേറ്റ് അക്കൗണ്ടിൽ കൂടി ഈ ഹെഡർ കാണിക്കേണ്ട ആവശ്യമില്ല. ക്രിയേറ്റ് അക്കൗണ്ട്. ഇപ്പോൾ പാരൻസ് സൈൻ ഇന്നോ അല്ലെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ആണെങ്കിൽ നമ്മുടെ ഷോ ഹെഡർ ഫാൾസ് ആയിരിക്കും, അല്ലെങ്കിൽ ട്രൂ ആയിരിക്കും. ഓക്കെ. ഞാനിപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ ഇട്ട് കൊടുക്കും. അതായത് ഷോ ഹെഡർ ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ നീ ഹെഡർ കാണിച്ചാൽ മതി, അല്ല എന്നുണ്ടെങ്കിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇപ്പോൾ ഇവിടെ യൂസ് ക്ലയൻറ്റ് വിച്ച് ഈസ് ഡിസേബിൾഡ്. ഇവിടെ ഒരു ഇഷ്യൂ കാണിക്കുന്നുണ്ട്. കാരണം മെറ്റാ ഡേറ്റ യൂസ് ചെയ്യാൻ പറ്റില്ല യൂസ് ക്ലയൻറ്റിൽ. അപ്പോൾ ഇത് ഞാൻ കമൻറ്റ് ചെയ്യും. ഓക്കെ. നൗ കണ്ടില്ലേ, സൈൻ ഇൻ പേജ് ഇവിടെ കാണിക്കുന്നുണ്ട്, ഹെഡർ ഒന്നുമില്ല. ഹോം പേജിലേക്ക് പോവും. ഹോം പേജിൽ ഹെഡർ ഉണ്ട്. ഓക്കെ. ഇതിപ്പോൾ ഇവിടെ ഇത് ടോപ്പിലേക്ക് പോയിട്ടുണ്ടല്ലേ. സോ അതുകൊണ്ട് തന്നെ മാർജിൻ കൊടുക്കണം. സോ മാർജിൻ കൊടുക്കാനായിട്ട് നമ്മുടെ സൈൻ ഇൻ പേജിൽ ഇച്ചിരി മാർജിൻ ഇട്ട് കൊടുക്കാം. മാർജിൻ ഓഫ് 20 ഇട്ട് കൊടുക്കും. ദിസ് ഇസ് ഇനഫ്. അതേപോലെ തന്നെ ക്രിയേറ്റ് അക്കൗണ്ടിലും ഇച്ചിരി മാർജിൻ ഇട്ട് കൊടുക്കാം. യെസ്, ഡൺ. ദാറ്റ്സ് ഓൾ. ഞാൻ ഒരു റാൻഡമായ ഒരു ക്രെഡൻഷ്യൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എറർ മെസ്സേജ് കാണിക്കും, സെർവർ എറർ എന്നാണ്. സോ ഈ സെർവർ എററിന് പകരം നമുക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ റീസൺ എന്താണ്, സോ ഇൻവാലിഡ് ക്രെഡൻഷ്യൽ ആണെങ്കിൽ അത് നമുക്ക് കാണിക്കണം. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ സൈൻ ഇൻ പേജിൽ അവിടെ എറർ എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റ് ഞാനൊന്ന് കൺസോൾ ചെയ്യും. സോ ഇപ്പോൾ ഇൻസ്പെക്ട് കൺസോൾ. സോ ഞാൻ സൈൻ ഇൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ആ ഒരു എറർ മെസ്സേജ് കാണിക്കുന്നുണ്ട്. സോ എവിടെയാണ് എറർ ഉള്ളത്? റെസ്പോൺസ് എന്നതിൽ നമുക്ക് ഡേറ്റ ഉണ്ട്. ഡേറ്റ അതിൽ എറർ ഉണ്ട്, അതിൽ നമുക്ക് മെസ്സേജ് കാണിക്കും. സോ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് ആക്സസ് ചെയ്യാം. അതിനായിട്ട് ഡോട്ട് ഇതിവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ടോസ്റ്റിലിട്ട് കൊടുക്കും. കൺസോൾ ആവശ്യമില്ല, കൺസോൾ ഞാൻ റിമൂവ് ചെയ്യും. ഓക്കെ, പെർഫെക്റ്റ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ റാൻഡമായിട്ടുള്ള ഒരു
യൂസർ നെയിം പാസ്വേഡ് ഇടുന്ന നേരം നമുക്കതിൻ്റെ പ്രോപ്പർ എറർ മെസ്സേജ് കാണിക്കുന്നുണ്ട്. ഇൻവാലിഡ് ഐഡൻറ്റിഫയർ ഓർ പാസ്വേഡ്. പെർഫെക്റ്റ്. നമ്മുടെ ക്രിയേറ്റ് അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് യൂസർ നെയിം ഇമെയിൽ പാസ്വേഡ് ഇട്ട് കൊടുത്ത് നമ്മൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യും അല്ലേ. സോ ആ സമയത്ത് നമ്മളിപ്പോൾ ലോക്കൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ലോഡിങ് മനസ്സിലാകുന്നില്ല. പക്ഷേ നമ്മൾ റിയൽ സെർവറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്താവും, അത് ഇച്ചിരി സമയം എടുത്തെന്ന് വരും. ഓക്കെ, നമുക്ക് സെർവർ റെസ്പോൺസ് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടിയെന്ന് വരില്ല. സോ ആ സമയത്ത് നമുക്ക് യൂസറിനെ മനസ്സിലാക്കി കൊടുക്കണം. അതായത് നീ ഇപ്പോൾ വെയിറ്റിംഗ് സ്റ്റേറ്റിലാണ്, അതായത് ലോഡിങ് സ്റ്റേറ്റിലാണ് എന്ന് നമുക്ക് യൂസറിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബട്ടണിൽ ഒരു ലോഡർ ഇട്ട് കൊടുക്കും. ഓക്കെ, സോ യൂസർ ക്ലിക്ക് ചെയ്ത സമയത്ത് ആ ഒരു ലോഡർ റൺ ആവും. വെൻ ദ റെസ്പോൺസ് റിസീവ്സ്, ആ റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ യൂസറിനെ ഹോം പേജിലേക്കോ അല്ലെങ്കിൽ എറർ മെസ്സേജോ നമ്മൾ കാണിച്ചു കൊടുക്കും. അതാണ് പ്രോസസ്സ്. ഓക്കെ, സോ ആ ഒരു വെയിറ്റിംഗ് സ്റ്റേജിൽ നമ്മൾ ലോഡർ ഇട്ട് കൊടുക്കും. ഓക്കെ, സോ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ നേരെ ഞാൻ ക്രിയേറ്റ് അക്കൗണ്ട് പേജിലേക്ക് പോകും. സോ അവിടെ ആദ്യം ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യും. കോൺസ്റ്റ് ലോഡർ സെറ്റ് ലോഡർ. ഓക്കെ, അതൊരു യൂസ് സ്റ്റേറ്റ് ആണ്. യൂസ് സ്റ്റേറ്റ്. പെർഫെക്റ്റ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, അതായത് ഇനീഷ്യലായി ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഈ ഒരു സെറ്റ് ലോഡർ ട്രൂ എന്ന് ചെയ്യും. കാരണം ആ സമയത്ത് അത് ലോഡിങ് സ്റ്റേറ്റിലാണ്. ഓക്കെ, ക്രിയേറ്റ് ചെയ്ത സമയത്ത്, അതായത് യൂസർ സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത സമയത്ത് ലോഡിങ് ട്രൂ ആയിരിക്കും. ഓക്കെ, വൺസ് നമുക്ക് അക്കൗണ്ട് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയാൽ സെറ്റ് ലോഡർ ഫാൾസ് ആണ്. ഫാൾസ്. അവിടെ ലോഡർ കാണിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും എറർ മെസ്സേജ് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലോഡർ ഫാൾസ് ചെയ്യാം. അതാണ്. ഇനിയിപ്പോൾ ഈ ഒരു ലോഡർ സ്റ്റേറ്റിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബട്ടണിലുള്ള ടെക്സ്റ്റ് കാണിക്കുകയോ അല്ലെങ്കിൽ ആ ടെക്സ്റ്റിന് പകരം ലോഡർ കാണിക്കുകയും ചെയ്യാം. സോ അതിനായിട്ട് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കും, ലോഡർ ട്രൂ ആണെങ്കിൽ നമ്മൾ ഒരു ലോഡർ ഐക്കൺ ഇട്ട് കൊടുക്കും. ലോഡർ ഐക്കൺ. സോ ലോഡർ ഐക്കൺ ഫ്രം ലൂസിഡ് റിയാക്ട്. ചെറിയൊരു അനിമേഷൻ ഒക്കെ കൊടുക്കാം. സോ ക്ലാസ് നെയിം അനിമേറ്റ് സ്പിൻ. അതല്ല, ലോഡർ ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കും. സോ ഇത് ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇട്ട് കൊടുക്കും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടി, ഇൻ കേസ് യൂസർ നെയിമോ പാസ്വേഡോ അല്ലെങ്കിൽ ഇമെയിലോ കൊടുക്കുന്നില്ല, അവൻ ഡയറക്റ്റായിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്തും അവനെ നമുക്ക് സൈൻ അപ്പിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനൊരു കണ്ടീഷൻ ഇട്ട് കൊടുക്കും, ഡിസേബിൾഡ്. അവൻ ഡിസേബിൾഡ് ആയിരിക്കണം. എപ്പോൾ? അതായത് യൂസർ നെയിം ആൻഡ് ഇമെയിൽ ആൻഡ് പാസ്വേഡ് ഡിസേബിൾഡ് ആയിരിക്കണം. അതായത് യൂസർ നെയിമോ പാസ്വേഡ് അല്ലെങ്കിൽ ഇമെയിൽ ഇതിലേതെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ, എം ടി ആണെങ്കിൽ ബട്ടൺ ഡിസേബിൾഡ് ആണ്. അവനെ നമ്മൾ സൈനപ്പ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യലാണ്. ഓക്കെ, ഡൺ. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ റൈറ്റ് നൗ ഈ ബട്ടൺ ഡിസേബിൾഡ് ആണ്. ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഇട്ട് കൊടുക്കും. ഇവിടെ നേരം ഇതിപ്പോൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ് മീ ക്ലിക്ക്. ഓക്കെ, ആ ഒരു അനിമേഷൻ കാണുന്നുണ്ട്. അക്കൗണ്ട് ക്രിയേറ്റഡ് ആയി. പെർഫെക്റ്റ്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സെയിം എഫക്റ്റ് ഞാനിപ്പോൾ നമ്മുടെ സൈൻ ഇന്നിലും ഇട്ട് കൊടുക്കും. എന്തെങ്കിലും മെസ്സേജ് എറർ മെസ്സേജ് ഉണ്ടെങ്കിലും അപ്പോഴും ഇത് ഫാൾസ് ആണ്. ബട്ടണിൽ നമ്മൾ സൈൻ ഇന്നിന് പകരം ഒരു കണ്ടീഷൻ ഇട്ട് കൊടുക്കും. അതായത് ഇപ്പോൾ വേറൊരു കണ്ടീഷൻ, നമ്മുടെ ഇൻപുട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ, ഇൻപുട്ട് എം ടി ആണെങ്കിൽ
ബട്ടൺ ഡിസേബിൾഡ് ആണ്. സെറ്റ് ലോഡർ ട്രൂ ആണെങ്കിൽ നമ്മൾ ലോഡർ ഐക്കൺ കാണിക്കും, അല്ല എന്നുണ്ടെങ്കിൽ സൈൻ ഇൻ കാണിക്കും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ലോഗ് ഔട്ട് ചെയ്യുന്നു. സോറി, ഇത് ലോഡറാണ്. ഓക്കെ, നൗ ഇപ്പോൾ ഇവിടെ സൈൻ ഇൻ ബട്ടൺ എനേബിൾഡ് ആണ്. പാസ്വേഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡിസേബിൾഡ് ആണ്. ഇപ്പോൾ എനേബിൾഡായി. സൈൻ ഇൻ, ഇൻവാലിഡ് എറർ മെസ്സേജ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു എറർ മെസ്സേജ് പെട്ടെന്ന് കാണിച്ചത് പോകും, കാരണം ഇത് ലോക്കലാണ്. അതാണ്. ഓക്കെ, എനിഹൗ ഇത് വർക്കാവുന്നുണ്ട്.